മോക്കെന്ന് പറഞ്ഞാൽ ഞാൻ അറ്റൻഡ് ചെയ്ത് 22 മോക്ക് അറ്റൻഡ് ചെയ്തു. ഏറ്റവും ബെസ്റ്റ് മോക്കാണ് ആരോൺ അക്കാഡമിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. വർക്ക് ചെയ്തെങ്കിലും നമുക്ക് നമ്മൾ ചെയ്യുന്ന എഫോർട്ടിനനുസരിച്ചുള്ള സാലറി നമുക്ക് കിട്ടാത്തതുകൊണ്ട് തന്നെ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. അപ്പോൾ ഞാൻ വേറൊരു കോഴ്സ് പഠിക്കണമെന്ന് തീരുമാനിച്ചു. പിന്നെ അങ്ങനെ ഞാൻ എൻ്റെ കസിൻ വഴിയാണ് മെഡിക്കൽ കോഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കോഴ്സിനെ കുറിച്ച് അറിയുന്നതും ആരോൺ അക്കാഡമിനെ കുറിച്ച് അറിയുന്നതും ഇതിൽ വന്ന് ജോയിൻ ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ ടീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഫാക്കൽറ്റീസാണ്. എപ്പോൾ നമുക്ക് ഡൗട്ട് ചോദിക്കണമെങ്കിലും അവൈലബിൾ ആണ്. നമ്മുടെ എക്സാമിൻ്റെ ദിവസം രാവിലെ പോലും നമുക്ക് ടീച്ചേഴ്സ് അവൈലബിൾ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ പ്ലേസ്മെൻറ്റിൻ്റെ കാര്യത്തിലും എപ്പോഴും അവൈലബിൾ ആയിരുന്നു. നമുക്ക് ഏറ്റവും റീസെൻ്റായിട്ട് വരുന്ന കമ്പനികളെ കുറിച്ച് പറഞ്ഞു തരുന്നു, അതുപോലെ അപ്ലൈ ചെയ്യാൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ആരോൺ അക്കാഡമി ബെസ്റ്റാണെന്ന് തോന്നി. ടീച്ചിങ് ബെസ്റ്റായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കോർട്ടിവിറ്റി പോലത്തെ ഒരു കമ്പനിയിൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെ അങ്ങനെ ഒരു കമ്പനിയിൽ മിസ്സും പറഞ്ഞിരുന്നു അവിടെ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എങ്കിൽ കൂടെ ഒരു ഹോപ്പ് തന്നിരുന്നു, അത് കിട്ടുകയും ചെയ്തു. അതുപോലെ നമ്മൾ സ്റ്റാർട്ടിങ് സാലറി തന്നെ അവിടെ 45,000 നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുകൂടി നമുക്ക് കേൾക്കുമ്പോൾ നമ്മൾ പണ്ട് ഉള്ള സ്ഥിതിയിൽ നിന്ന് നമ്മളൊരു അപ്ഗ്രേഡേഷനാണ് മെഡിക്കൽ കോഡിംഗ് വഴി എന്തെത്തിയിട്ടുള്ളത് എന്നത് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ ഹാദി, അപ്പോൾ ഇന്നലെ CPC എക്സാം എഴുതിയിട്ട് ഇന്നിപ്പോൾ വന്നേക്കാണ് അല്ലേ? 96% പാസ്സായത്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തത്? അതായത് മെഡിക്കൽ കോഡിംഗ് ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്? അതേപോലെ തന്നെ ആദ്യത്തെ പ്രൊഫഷൻ ഉണ്ടായിരുന്നു BHMS അല്ലേ? അപ്പോൾ BHMS നിന്നും എങ്ങനെയാണ് ഒരു മെഡിക്കൽ കോഡിംഗ് ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്? ആ ജേർണി എങ്ങനെയാണെന്ന് പറയും. ഞാൻ BHMS കഴിയുന്നത് 2022 അതിനുശേഷം ഞാനൊരു 2 വർഷം 6 മാസമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പ്രാക്ടീസിൽ എനിക്ക് കുറച്ച് സ്ട്രഗിൾ ഫേസ് ചെയ്തു. നമുക്ക് മന്ത്ലി ഇൻകം എല്ലാം കറക്റ്റ് ലെവലിലായിരിക്കും, എല്ലാ മാസം കറക്റ്റ് റെഗുലറായി കിട്ടില്ല. അപ്പോൾ ഞാൻ അത് അഡീഷണലായിട്ട് വേറെ ഒരു പ്രൊഫഷൻ നോക്കി, ടീച്ചിങ് നോക്കി. പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മലബാർ പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നിലമ്പൂരിൽ വർക്ക് ചെയ്തു. പക്ഷെ വർക്ക് ചെയ്തെങ്കിലും നമുക്ക് നമ്മൾ ചെയ്യുന്ന എഫോർട്ടിനനുസരിച്ചുള്ള സാലറി നമുക്ക് കിട്ടാത്തതുകൊണ്ട് തന്നെ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. അപ്പോൾ ഞാൻ വേറൊരു കോഴ്സ് പഠിക്കണമെന്ന് തീരുമാനിച്ചു. പിന്നെ അങ്ങനെ ഞാൻ എൻ്റെ കസിൻ വഴിയാണ് മെഡിക്കൽ കോഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കോഴ്സിനെ കുറിച്ച് അറിയുന്നതും ആരോൺ അക്കാഡമിനെ കുറിച്ച് അറിയുന്നതും ഇതിൽ വന്ന് ജോയിൻ ചെയ്യുന്നത്. എങ്ങനെയാണ് ഇവിടെ വന്നിട്ട് നമ്മൾ പഠിക്കുന്നതും? അതായത് നമ്മൾ സ്റ്റാർട്ടിങ് 3 മാസം കോഴ്സ് ആയിരുന്നു അല്ലേ? അപ്പോൾ ആ 3 മാസം കോഴ്സും അതുപോലെ തന്നെ നമ്മൾ 3 സബ്ജക്ട്സ് പഠിച്ചു. അനാട്ടമി, ICD, CPT സബ്ജക്ട്സ് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് 1 മന്ത് പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ടാണ് CPC എക്സാം എഴുതിയത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് ഷെയർ ചെയ്യും. ഒന്നാമത് പറയുകയാണെങ്കിൽ എനിക്ക് ആരോൺ അക്കാഡമിനെ കുറിച്ച് വളരെ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഞാൻ ഒന്നാമത് ദൂരത്തു നിന്നാണ് വരുന്നത്. ട്രാവൽ ചെയ്ത് എത്ര ദൂരത്തു നിന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫെസിലിറ്റി, ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ഭയങ്കര പ്ലസൻ്റ് ആയിരുന്നു. കാരണം ഇവിടെ ഫുൾ എയർ കണ്ടീഷൻ റൂമായതുകൊണ്ട് തന്നെ ക്ലാസ് ഫെസിലിറ്റിയും വളരെ പ്ലസൻ്റ് ആയിരുന്നു. പിന്നെ ഇവിടുത്തെ സ്റ്റഡി മെറ്റീരിയൽസ് നല്ല ബെനിഫിറ്റാണ്. കാരണം നമ്മളിപ്പോൾ എക്സാം എഴുതുന്നത് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒരുപാട് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ടീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഫാക്കൽറ്റീസാണ്. എപ്പോൾ നമുക്ക് ഡൗട്ട് ചോദിക്കുന്നെങ്കിലും അവൈലബിൾ ആണ്. എക്സാമിൻ്റെ ദിവസം രാവിലെ പോലും നമുക്ക് ടീച്ചേഴ്സ് അവൈലബിൾ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്ലേസ്മെൻറ്റിൻ്റെ കാര്യത്തിലും എപ്പോഴും അവൈലബിൾ ആയിരുന്നു. നമുക്ക് ഏറ്റവും റീസെൻ്റായിട്ട് വരുന്ന കമ്പനികളെ കുറിച്ച് പറഞ്ഞു തരുന്നു, അപ്ലൈ ചെയ്യാൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ആരോൺ അക്കാഡമി ബെസ്റ്റാണെന്ന് തോന്നി. ടീച്ചിങ് ബെസ്റ്റാണ്. പിന്നെ നമുക്ക് മോക്കുകൾ ഉണ്ടല്ലേ? പ്രിപ്പറേഷന് മോക്കുകളാണ് 23 മോക്സ് വരെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ മോക്ക് ചെയ്തുകൊണ്ട് എന്തൊക്കെ യൂസ്ഫുൾ ആണ്, എന്തൊക്കെ ഉപയോഗങ്ങളാണ് ഉണ്ടായത്? മോക്കെന്ന് പറഞ്ഞാൽ ഞാൻ അറ്റൻഡ് ചെയ്ത് 22 മോക്ക് അറ്റൻഡ് ചെയ്തു. ഏറ്റവും ബെസ്റ്റ് മോക്കാണ് ആരോൺ അക്കാഡമിയിൽ എനിക്ക് തോന്നിയത്. കാരണം കമ്പയർ ടു APC എക്സാമിൽ ഇവിടെ ആയിരുന്നു കുറച്ചുകൂടി ബുദ്ധിമുട്ടായി തോന്നിയത്. APC എക്സാം എനിക്ക് കുറച്ചുകൂടി ബെനിഫിറ്റായി തോന്നാൻ കാരണം ഇവിടുത്തെ മോക്ക് അറ്റൻഡ് ചെയ്തുകൊണ്ടാണ്. അതുമല്ല, മോക്ക് ഇവിടെ അറ്റൻഡ് ചെയ്യുന്നത് നമ്മൾ 3.5 hours ആണ്. എക്സാം നമുക്ക് 4 hours ആണ്. സോ നമുക്ക് 3.5 hours ഉള്ളിൽ നമ്മളൊരു 1 month ട്രെയിൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ 3.5 hours ഉള്ളിൽ എക്സാം തീർക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ മെയിൻ എക്സാമിന് ഞാൻ എക്സാം 3 hours തീർത്തത്. അതെനിക്ക് വലിയൊരു ബെനിഫിറ്റായി തോന്നി മോക്കിൽ. ഓക്കെ, ബാക്കി നമ്മുടെ കോളേജിന്റെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അതായത് ഫ്രണ്ട്സും ക്ലാസ്മേറ്റ്സും എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. കാരണം നമുക്ക് സീനിയേഴ്സ് ജൂനിയേഴ്സിന്റെ ഒരു ഇതില്ല. ആദ്യം മാത്രമായിരുന്നു ആദ്യത്തെ ബാച്ചിൽ ഡോക്ടർ അല്ലേ? അതെ, എൻ്റെ ബാച്ചിൽ ഞാൻ മാത്രം ഡോക്ടേഴ്സ് നമ്മൾ തമ്മിൽ തന്നെ ഷെയർ ചെയ്യുന്നു. കാരണം നമ്മുടെ ബാച്ചിൽ പല ഫീൽഡിലുള്ളവരുണ്ടായിരുന്നു. ബയോകെമിസ്ട്രി എടുത്തവർ, BCom എടുത്തവർ, അതുപോലെ വേറെ ബയോടെക്നോളജി എടുത്തവർ, അങ്ങനെ പല ഫീൽഡിലുള്ളവരുണ്ടായിരുന്നു. കൂടെ നമ്മളെല്ലാം ഷെയർ ചെയ്തിട്ടാണ് പഠിച്ചത്. എനിക്ക് അനാട്ടമി ഫിസിയോളജി അറിയുന്നതുകൊണ്ട് ഞാൻ അവർക്ക് പഠിപ്പിച്ചു. കോഡിങ് അവർക്ക് ബുദ്ധിമുട്ടുള്ളത് അവർ എനിക്കും ഷെയർ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. പിന്നെ ടീച്ചേഴ്സും വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. അത് നല്ലൊരു ബെനിഫിറ്റ്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഹാദിക്ക് എന്ന് പറഞ്ഞാൽ ഹാദി എക്സാമിൻ്റെ ഇടയിൽ തന്നെ, ഈവൻ മോക്ക് പ്രിപ്പറേഷൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ഒരു കോഴ്സ്, അതായത് ഇന്റർവ്യൂവിന് അപ്പയർ ചെയ്തു, അതുപോലെ തന്നെ ഇന്റർവ്യൂവിന് കിട്ടുകയും ചെയ്തു അല്ലേ? ഇപ്പോൾ ജോബ് 28-ന് മറ്റേ ജോയിൻ ചെയ്യാൻ പോകാം അല്ലേ? അപ്പോൾ അതിന് കുറിച്ചുള്ള എക്സ്പീരിയൻസ്? അത് എനിക്ക് ഫസ്റ്റ് വന്നതിനെ കോറ്റിവിറ്റി
മാമാണ് അതിനെക്കുറിച്ച് പരിചയപ്പെടുത്തി തരുന്നത്. ഞാൻ അപ്പോൾ തന്നെ അപ്ലൈ ചെയ്തിട്ട് ഹിബാമിനോട് കൺഫേം ചെയ്തിട്ട് അപ്ലൈ ചെയ്തു. അപ്പോൾ തന്നെ നമ്മൾ അഫീഫ മിസ് എന്താണ് ഈ ക്ലിനിക്കൽ അനലിസ്റ്റ് കോഴ്സിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ അവിടെ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് മോഡിഫയേഴ്സ് ആയിരിക്കും ചോദിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് വെൽ പ്രിപ്പയർഡ് ആയിട്ടാണ് പോയിരുന്നത്. അവിടെ ഞാൻ പോയപ്പോൾ കോയമ്പത്തൂരിൽ ഫസ്റ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ടെക്നിക്കൽ റൗണ്ടിൽ തന്നെ അവർ പറഞ്ഞ് ശരി, ടെക്നിക്കൽ റൗണ്ട് പിന്നെ അസസ്മെൻറ്റ് റൗണ്ട് ഉണ്ടായിരുന്നു. എൻ്റെ ടെക്നിക്കൽ റൗണ്ടിൽ ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ട് തന്നെ അവർ പറഞ്ഞ് എനിക്ക് ഡയറക്റ്റായിട്ട് ഫൈനൽ റൗണ്ടിലേക്ക് കടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് വളരെ ബെനിഫിറ്റ് ആയിരുന്നു. കാരണം മിസ് പറഞ്ഞ ഇതിൽ ഞാൻ മോഡിഫയർ പഠിച്ചു പോയി. അതുപോലെ തന്നെ ക്ലിനിക്കൽ ഡയഗ്നോസിസ് കാര്യങ്ങൾ പഠിച്ചു പോയതുകൊണ്ട് തന്നെ പിന്നെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷനെ കൊണ്ട് പറഞ്ഞു തന്നതുകൊണ്ട് എനിക്ക് വളരെ ബെനിഫിറ്റ് ആയിരുന്നു. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈമായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ അറ്റംപ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ പോറ്റിവിറ്റി എന്ന് ഞാൻ പ്രതീക്ഷിച്ചത് പോലും ഇല്ല. ഇങ്ങനെ ഒരു ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കോട്ടിവിറ്റി പോലത്തെ ഒരു കമ്പനിയിൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെ അതെ അതെ, അങ്ങനെ ഒരു കമ്പനിയിൽ മിസ്സും പറഞ്ഞിരുന്നു അവിടെ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എങ്കിലും കൂടെ ഒരു ഹോപ്പ് തന്നിരുന്നു, അത് കിട്ടുകയും ചെയ്തു. അതുപോലെ നമ്മൾ സ്റ്റാർട്ടിങ് സാലറി തന്നെ അവിടെ 45,000 നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുകൂടി നമുക്ക് കേൾക്കുമ്പോൾ നമ്മൾ പണ്ട് ഉള്ള സ്ഥിതിയിൽ നിന്ന് നമ്മളൊരു അപ്ഗ്രേഡേഷൻ ആയാണ് മെഡിക്കൽ കോഡിങ് വഴി എത്തിയിട്ടുള്ളത് എന്നത് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഹാദി, അപ്പോൾ എല്ലാവിധ വിഷസും അറിയിക്കുന്നു. ആരോന്റെ പേരിലും നമ്മുടെ എല്ലാവരുടെയും ഓരോരുത്തരുടെ പേരിലും ഓരോ ഇൻഡിവിജ്വലിന്റെ പേരിലും നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്.